പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 6ാം ചാപ്റ്ററിൻ്റെ 3ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമുക്ക് ഇന്ന് അപവർത്തനത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ തന്നെയാണ് വീണ്ടും പഠിക്കാനുള്ളത്. അപവർത്തനം പ്രയോജനപ്പെടുത്തിയാണ് കണ്ണിൻ്റെ ലെൻസൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് കാഴ്ച ഉണ്ടാക്കി തരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അവിടെ നമ്മൾ കഴിഞ്ഞ 2 യൂണിറ്റുകളിലായിട്ട് പരിചയപ്പെട്ടത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അപവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് പ്രകൃതിയിൽ നടക്കുന്ന അപവർത്തനത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. പക്ഷെ അങ്ങനെ നേരിട്ട് നമ്മൾ അറിയാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനില്ലേ? എന്താ അത്? ഒരു അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഉത്തരം നിങ്ങളെല്ലാം എഴുതി എന്നെനിക്കറിയാം. നിങ്ങളുടെ സ്കൂളിലെ പ്രിയപ്പെട്ട ഫിസിക്സ് അധ്യാപകരെ നിങ്ങളത് കാണിച്ചും കാണും. എന്നാലും ഞാനൊന്നുകൂടെ ഉത്തരം ഒന്ന് പറയാം. ചോദ്യം ഇതായിരുന്നു: ചില ആൾക്കാർക്ക് അകലെയുള്ള വസ്തുക്കളെ ക്ലിയറായിട്ട് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. എ, ഈ വൈകല്യത്തിൻ്റെ പേരെന്ത്? ബി, അതിന് 2 കാരണങ്ങൾ എഴുതുക. സി, പരിഹാരം നിർദ്ദേശിക്കുക. Some people can see distant objects clearly but cannot see near objects clearly. Question number A, what is the name of this defect? B, what are the reasons for it? C, name the remedy. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ചില ആൾക്കാർക്ക് ദൂരെയുള്ള വസ്തുക്കളെ നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഈ വൈകല്യത്തിൻ്റെ പേരാണ് ദീർഘദൃഷ്ടി. The name of this defect is hypermetropia or long sightedness. കാരണം ഐബോൾ നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറവായിരിക്കാം. ഈ 2 കേസിൽ ഏതായാലും പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ വരും. പരിഹാരം അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. യൂസ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സൂട്ടബിൾ പവർ. അപ്പോൾ എന്തായിരുന്നു ഈ ഡിഫക്റ്റിൻ്റെ പേര്? ഹൈപ്പർമെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്? ദ elongation of eyeball, that is the eyeball may be too long for the power of the lens, or the power of the lens may be less. In both cases image is formed behind the retina. And what is the remedy? Use a convex lens of suitable focal length. നിങ്ങൾ പലതരത്തിലുള്ള വർണ്ണപ്രകാശങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ സ്റ്റേജിൽ പല വർണ്ണങ്ങളിലുള്ള പ്രകാശങ്ങൾ നിങ്ങൾ കാണാറുണ്ട്. നീലപ്രകാശം കണ്ടു കാണാം, പച്ചപ്രകാശം കണ്ടു കാണും, ചുവപ്പ് പ്രകാശങ്ങൾ കണ്ടു കാണും. ഇങ്ങനെ ചില പ്രകാശത്തിൽ ഒന്നിലധികം വർണ്ണങ്ങൾ അടങ്ങിയിരിക്കും. ഒന്നിലധികം വർണ്ണങ്ങളുള്ള പ്രകാശത്തെ നമ്മൾ സമന്വിത പ്രകാശം എന്ന് വിളിക്കും. You might have seen different colors of light. You might have seen blue light, green light, red light, etc. Some lights may be composed of 2 or more colors of light, and such a light is called a composite light. Any light composed of 2 or more colors is named a composite light. ഉദാഹരണം, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ധവളപ്രകാശം, ആ വെള്ളപ്രകാശം, അതൊരു സമന്വിത പ്രകാശമാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെ ഈ വർണ്ണങ്ങൾ ചേർന്നതാണ് സൂര്യപ്രകാശം. അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ വിബ്ജിയോർ എന്നൊരു ഷോർട്ട് ഫോം പറയാറുണ്ടല്ലേ? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഞാനിങ്ങനെ ഒരു ടോർച്ച് പ്രകാശിപ്പിച്ചാൽ അതിൽ നിന്ന് വന്ന പ്രകാശവും എന്ത് പ്രകാശമാണ്? ഒരു ധവള പ്രകാശമാണ്. ഇതിനകത്തും എന്തുണ്ട്? വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. 7 വർണ്ണങ്ങളും ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഈ ടോർച്ചിൽ നിന്ന് വരുന്ന ഈ പ്രകാശം, ഇതും ഒരു സമന്വിത പ്രകാശമാണ്. നമുക്ക് ഒരു പരീക്ഷണം ഒന്ന് നോക്കാം, ഒരു പ്രവർത്തനം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു ഉപകരണമാണിത്. എന്താണിത്? പേര്? ശരിയാണ്, ഗ്ലാസ് പ്രിസം. ശരിയാണ്, ഗ്ലാസ് പ്രിസം. ഈ ഗ്ലാസ് പ്രിസത്തിലോട്ട്
ഞാനൊരു ചെറിയ ബീം ലൈറ്റ് കടത്തിവിടാൻ വേണ്ടി ചെറിയ ടോർച്ചാണ് ഉപയോഗിക്കുന്നത്. വലിയ ടോർച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറുത്ത പേപ്പർ കൊണ്ട് കവർ ചെയ്ത് നടുക്കൊരു ചെറിയ ഹോൾ ഇടണം. അങ്ങനെ ചെറിയ ബീമാക്കണം. ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ടോർച്ച് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇതാ ഒരു ധവളപ്രകാശം ചുവരിൽ പതിപ്പിച്ചു. പ്രിസത്തിൽ കൂടി ആ പ്രകാശം കടത്തി വിടുകയാണ്. എന്നിട്ട് ഞാൻ പ്രിസത്തിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതാ നോക്കൂ, ആ വെള്ള സ്ക്രീനിൽ ഒരു വൈറ്റ് പാച്ച് ഓഫ് ലൈറ്റിന് പകരം നിങ്ങൾക്ക് ഒരു വർണ്ണരാജി സ്ക്രീനിൽ കാണാം. വിബ്ജിയോർ എന്ന 7 വർണ്ണങ്ങളടങ്ങിയ ഒരു വർണ്ണരാജി കാണാം. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും നിങ്ങളൊന്ന് നോക്കൂ. ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കി കണ്ടോളൂ. സൂര്യരശ്മികളെ ഒരു ദർപ്പണം ഉപയോഗിച്ച് ഒരു വിടവിലൂടെ നേരിയ ബീമായി വെളുത്ത സ്ക്രീനിൽ പതിപ്പിക്കുന്നു. പ്രകാശത്തിന്റെ പാതയിൽ ഒരു പ്രിസം വയ്ക്കുന്നു. പ്രിസത്തിലൂടെ കടന്ന് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകാശ പ്രകീർണനം, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ചുമരിൽ പതിപ്പിച്ച ധവളപ്രകാശം അപ്രത്യക്ഷമാകുന്നു. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു. എല്ലാ വർണ്ണങ്ങളിലുമുള്ള രശ്മികൾ പ്രിസത്തിന്റെ പാദഭാഗത്തേക്ക് വ്യതിചലിക്കുന്നു. ഏത് കിരണത്തിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത്? തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് കിരണത്തിന് കുറഞ്ഞ വ്യതിയാനം സംഭവിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു. ചുവപ്പിനും വയലറ്റിനും ഇടയിലായി മറ്റു വർണ്ണങ്ങൾ കാണപ്പെടുന്നു. ഓരോ നിറത്തിനും ഓരോ റേഞ്ച് തരംഗദൈർഘ്യമാണ് ഉള്ളത്. 650 nm മുതൽ 680 nm വരെ തരംഗദൈർഘ്യമുള്ള എല്ലാ തരംഗങ്ങളെയും ചുവപ്പ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 400 nm മുതൽ 440 nm റേഞ്ചിലുള്ള തരംഗങ്ങളാണ് വയലറ്റ്. അതുപോലെ മറ്റു വർണ്ണങ്ങൾക്കും നിശ്ചിത റേഞ്ച് തരംഗദൈർഘ്യമുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കറിയേണ്ടത് എന്താണ്? ചോദിക്കൂ. നല്ല ചോദ്യം. എന്തുകൊണ്ട് ഈ ധവളപ്രകാശം 7 വർണ്ണങ്ങളായി നമുക്ക് സ്ക്രീനിൽ കാണുന്നു അല്ലേ? പ്രകാശം ഒരു തരംഗമാണ്, ഒരു വൈദ്യുതകാന്തിക തരംഗമാണ്. എന്താണ് തരംഗമെന്നും തരംഗചലനം എന്താണെന്നും അതിൻ്റെ തരംഗദൈർഘ്യം, ആവൃത്തി എന്നിവ എന്താണെന്നും 9ാം ക്ലാസ്സിൽ അവസാനത്തെ യൂണിറ്റിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. നിങ്ങളൊക്കെ നല്ല പിള്ളേരാണ്, പഠിച്ചത് മറക്കുന്ന പിള്ളേരല്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഓർമ്മയുണ്ട്. വെരി ഗുഡ്. ഈ ധവളപ്രകാശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമന്വിത പ്രകാശമാണ്. അതിനകത്ത് 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ അതായത് കടും നീല, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ 7 വർണ്ണങ്ങളുണ്ട്. ഈ വർണ്ണങ്ങൾക്കെല്ലാം വ്യത്യസ്ത തരംഗദൈർഘ്യമാണ്. വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കളേഴ്സ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, green, yellow, orange and red. These colors differs in their wavelength. Among these violet, indigo, blue, green, yellow, orange and red, violet has the shortest wavelength and red has the highest wavelength. ധവളപ്രകാശത്തിന് ലഭിക്കുന്ന വയലറ്റ്, കടുംനീല അഥവാ ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ വർണ്ണങ്ങളിൽ വയലറ്റിന് തരംഗദൈർഘ്യം ഏറ്റവും കുറവാണ്, ചുവപ്പിന് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപവർത്തനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ഞാൻ ലൈറ്റിനെ നേരെ അടിച്ചിട്ട് ഈ പ്രിസത്തിലോട്ട് കടത്തി വിട്ടപ്പോൾ ആ 1ാം പ്രതലത്തിൽ വെച്ച് തന്നെ പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ചു.
അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ ആ പ്രകാശത്തിന് ഒരു വ്യതിയാനം ഉണ്ടാകുമെന്നും അതാണ് അപവർത്തനമെന്നും നിങ്ങൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച ആ കാര്യം ഓർക്കുക. ഇവിടെ 7 വർണ്ണങ്ങൾ ഞാൻ പറഞ്ഞത് 7 പേർക്കും തരംഗദൈർഘ്യം വ്യത്യാസമാണ്. ഒരു മാധ്യമം വിട്ട് മറ്റൊരു മാധ്യമത്തിലോട്ട് പോകുമ്പോൾ എന്തുമാത്രം വ്യതിയാനം ഉണ്ടാകണം എന്നുള്ളത് വർണ്ണത്തിൻ്റെ തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും. When a ray of light enters obliquely from one medium to another of different optical densities, it will undergo a deviation at the surface of separation. How far, to what extent should the ray deviate? That is decided by the wavelength. The wavelength decides the deviation. Lower the wavelength, higher the deviation. Remember, lower the wavelength, higher the deviation. Higher the wavelength, that you can tell me. Yes, higher the wavelength, lower the deviation. Lower the wavelength, higher the deviation. Higher the wavelength, lower the deviation. തരംഗദൈർഘ്യം കുറയും തോറും വ്യതിയാനം കൂടുന്നു. തരംഗദൈർഘ്യം കുറയും തോറും വ്യതിയാനം കൂടുന്നു. തരംഗദൈർഘ്യം കുറയും തോറും വ്യതിയാനം കൂടുന്നു. അപ്പോൾ തരംഗദൈർഘ്യം കൂടുന്തോറും യെസ്, വ്യതിയാനം കുറയുന്നു. നമ്മുടെ വിബ്ജ്യോർ എന്ന വർണ്ണരാജിയിൽ ആർക്കാ തരംഗദൈർഘ്യം ഏറ്റവും കുറവ്? വയലറ്റിനാണല്ലേ. ആർക്കാ ഈ വിബ്ജ്യോറിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ? ശരിയാണ്, ചുവപ്പിന്. അപ്പോൾ പ്രിസത്തിൻ്റെ ഒരു പ്രതലത്തിൽ കയറുമ്പോൾ ഏത് വർണ്ണമാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനത്തിന് വിധേയമാകുക? വയലറ്റ് അല്ലേ? ശരിയാണ് നിങ്ങളുടെ ഉത്തരം, വയലറ്റ്. കാരണം എന്താ? തരംഗദൈർഘ്യം ഏറ്റവും കുറവ്, വേവ് ലെന്ത് ഏറ്റവും കുറവ്. അങ്ങനെ വയലറ്റ് മാക്സിമം വ്യതിചലിച്ച്, പരമാവധി വ്യതിചലിച്ച് ഡീവേറ്റ് ചെയ്ത് ബേസിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഇനി തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ ചുവപ്പിനോ? ചുവപ്പ് തരംഗദൈർഘ്യം കൂടിയവനല്ലേ, അവന് വ്യതിയാനം കുറവാണ്. അതുകൊണ്ട് ഏറ്റവും കുറച്ച് വ്യതിയാനമേ ഉണ്ടാവുകയുള്ളൂ. കാരണം തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലാണ്. ഇനി ബാക്കിയുള്ള വർണ്ണങ്ങളോ? വയലറ്റിനേക്കാൾ തരംഗദൈർഘ്യം അല്പം കൂടുതലാണ് ഇൻഡിഗോയ്ക്ക്, അതിനേക്കാൾ അല്പം കൂടുതലാണ് ബ്ലൂവിന്, അതിനേക്കാൾ കൂടുതലാണ് ഗ്രീനിന്, അതിനേക്കാൾ കൂടുതലാണ് യെല്ലോയ്ക്ക്, അതിനേക്കാൾ കൂടുതലാണ് ഓറഞ്ചിന്, അതിനേക്കാൾ കൂടുതലാണ് റെഡിൽ. അപ്പോൾ ഈ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന വർണ്ണങ്ങൾ തരംഗദൈർഘ്യം വയലറ്റിനും ചുവപ്പിനും ഇടയ്ക്കായതുകൊണ്ട് അവരുടെ വ്യതിയാനവും വയലറ്റിനും ചുവപ്പിനും ഇടയിലായിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഒന്നാം പ്രതലത്തിൽ വെച്ച് തന്നെ വൈറ്റ് ലൈറ്റ്, ധവളപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് പിരിയുന്നു, ആ വർണ്ണരാജിയായിട്ട് പിരിയുന്നു. ഇനി രണ്ടാം പ്രതലത്തിൽ കൂടി വെളിയിൽ വരുമ്പോൾ അവിടെ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പോവുകയാണ്. നേരത്തെ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കായിരുന്നു, ഇത്തവണ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് ചരിഞ്ഞു പോവുകയാണ്. അപ്പോൾ വീണ്ടും അപവർത്തനം സംഭവിക്കും. വീണ്ടും അപവർത്തനം സംഭവിക്കുമ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കുറവായ വയലറ്റ് ഒരുപാട് വ്യതിയാനത്തിന് വിധേയമായ ബേസിൻ്റെ അടുത്തെത്തും. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ ചുവപ്പ്, അത് വ്യതിയാനം ഏറ്റവും കുറവായിരിക്കും. ബാക്കിയുള്ള വർണ്ണങ്ങൾ വയലറ്റിനും റെഡിനും ഇടയ്ക്ക് വ്യതിചലിക്കും. അത് സ്ക്രീനിൽ കിട്ടി നമുക്കൊരു നല്ല വർണ്ണരാജി കിട്ടുന്നു. You know that white light is a composite light composed of several colors. When the white light beam enters a glass prism obliquely from air, it undergoes deviation. How much should a ray deviate? Is it to a lesser extent or a higher extent? What is the factor deciding it? Yes, wavelength. Yes, wavelength. Violet having shortest wavelength
deviates most and comes nearer to the base. Red having the highest wavelength among these deviates least. The wavelength of indigo is more than that of violet. The wavelength of blue is greater than that of indigo, and so on up to green, in the order green, yellow, orange, red. The wavelength goes on increasing. That is to say, the wavelength of indigo, the colors from indigo to orange is in between that of violet and red. So these colors will deviate in between violet and red. When these rays emerge from glass prism to air, again there is change in medium of different optical density. So the refraction repeats itself on the second phase. Thus, violet having shortest wavelength deviates most and comes nearer to the base of the prism. And red having highest wavelength occupies the other edge. All other colors having their wavelength in between violet and red deviates in between violet and red, and thus we get a spectrum which contains violet, indigo, blue, green, yellow, orange and red. Violet, indigo, blue, green, yellow, orange, red എന്നിങ്ങനെ വർണ്ണങ്ങളെല്ലാം അടങ്ങിയ ഒരു മനോഹരമായ വർണ്ണരാജി നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയാണ് പ്രിസത്തിൽ കൂടി പോകുന്ന പ്രകാശം ഒരു സ്പെക്ട്രമായി മാറിയത്. ഒരു വെള്ളത്തുള്ളിയിലൂടെ പ്രകാശം പോവുകയാണെങ്കിൽ ആ വെള്ളത്തുള്ളിയും ഒരു പ്രിസം പോലെ വർത്തിക്കും. അതിനകത്തും ഈ ഘടകവർണ്ണങ്ങൾ ഇങ്ങനെ വേർതിരിയും. അപ്പോൾ ഇങ്ങനെ ഘടകവർണ്ണങ്ങൾ വേർതിരിയും എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടാരും നിങ്ങളാരും ഒരു ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദിക്കണമായിരുന്നു? ഈ പ്രതിഭാസത്തിന് പേരില്ലേ? ഉണ്ട്. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് പ്രകീർണനം, ഡിസ്പേർഷൻ. Dispersion is the process of splitting a composite light into its component colors. ഒരു സമന്വിത പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രതിഭാസമാണ് പ്രകീർണനം. അപ്പോൾ ഗ്ലാസ് പ്രിസത്തിൽ വെച്ച വൈറ്റ് ലൈറ്റിന്, ധവളപ്രകാശത്തിന് സംഭവിച്ചത് എന്താണ്? പ്രകീർണനം. വാട്ട് ഹാപ്പൻ ടു ദ വൈറ്റ് ലൈറ്റ് when it passed through prism? Yes, it underwent dispersion. That is due to refraction. The dispersion is due to refraction. ആ പ്രകീർണനം അപവർത്തനം കാരണമാണ്. നല്ല മനോഹരമായ മഴവില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മഴവില്ലിൽ അങ്ങനെ ഒരു ചാപത്തിൻ്റെ രൂപത്തിൽ, ഒരു ആർക്കിൻ്റെ രൂപത്തിൽ വിവിധ വർണ്ണങ്ങൾ അടങ്ങിയിട്ട് മഴവില്ല് കാണാൻ എന്താ ഒരു രസമല്ലേ? കാണാൻ കൊതി തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വായിൽ നിറച്ച് വെള്ളമെടുത്തിട്ട് നിങ്ങൾ മുറ്റത്ത് പോയി നിങ്ങളുടെ പിറകുവശത്ത് സൂര്യൻ വരത്തക്ക വിധം നിന്നിട്ട് ഈ വായിലെ വെള്ളം ഒന്ന് എയറിലോട്ട് സ്പ്രേ ചെയ്ത് നോക്കൂ. ആ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് മനോഹരമായൊരു മഴവില്ല് കാണാൻ കഴിയും. യെസ്, നിങ്ങൾക്കത് കാണാൻ കഴിയും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഈസ് ടേക്ക് എ മൗത്ത് ഫുൾ ഓഫ് വാട്ടർ, ഗോ ടു ദ ഗ്രൗണ്ട്, stand in such a way that the sun is behind you and spray a lot of water into air. You can see a beautiful rainbow in the shape of an arc of a circle. ഒരു വൃത്തചാപത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കൊരു കൃത്രിമ മഴവില്ല് അവിടെ കാണാം. അപ്പോൾ മഴയില്ലല്ലോ, പിന്നെ എങ്ങനെ മഴവില്ല് കാണും എന്നൊന്നും ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കേണ്ട. കൃത്രിമമായിട്ട് നിങ്ങൾക്ക് മഴവില്ലുണ്ടാക്കി കാണാം. രാവിലെയോ വൈകുന്നേരമോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നട്ടുച്ചയ്ക്ക് ചെയ്താൽ ഇത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ഈ പ്രവൃത്തി ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കും നിങ്ങൾ. യു വിൽ ഡു, ഐ നോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പതിവായിട്ട് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ദോശയാണോ ചപ്പാത്തിയാണോ? ഒരു അസൈൻമെൻറ്റ് ഇതാ പിടിച്ചോളൂ. ഒരു അസൈൻമെൻറ്റ്. ഒരു ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം splits up into its component colors.
explain how this happens. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ പ്രിയപ്പെട്ട ഫിസിക്സ് അധ്യാപകരെ കാണിക്കുക. നിങ്ങൾക്ക് ഇനി ബാക്കി ഭാഗങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.